ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ 196 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 36-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 7-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ കണികയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത്. ഒരാത്മാവ് എന്തുമാത്രം ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിച്ചാലും ഒരു കാലത്ത് അവൾ സ്ഥിതി ചെയ്തിരുന്ന നിർഭാഗ്യ അവസ്ഥയുടെ ഓർമ്മ വിട്ടുകളയുന്നത് ഭദ്രമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ സ്മരണ എത്ര അസുഖകരമായിരുന്നാലും വളരെയധികം പ്രയോജനമുള്ളതാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നത് ഞാനൊരു മഹാദുഷ്ടയായിരുന്നു കൊണ്ടായിരിക്കാം. തന്നിമിത്തം അത്രേ അതിൻ്റെ ഓർമ്മ ഞാൻ സദാ നവീകരിക്കുന്നതും. തന്നെപ്പറ്റി തന്നെ അമദ്രേസ്യ എത്ര ആത്മാർത്ഥമായിട്ട് എളിമയോടെ ഭയ മഹാദുഷ്ടയായിരുന്നു. നമ്മളെക്കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ നമ്മൾ ചിന്തിച്ച് നോക്കണം. നമുക്കത് അത്ര എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. നമ്മളെക്കുറിച്ച് തന്നെ നമുക്കങ്ങനെ പണ്ടങ്ങനെ ആയിരുന്നെന്നും എൻ്റെ ജീവിതത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടെന്നും ഇപ്പോൾ ഒത്തിരി ബലഹീനത ഉണ്ടെന്നും വീഴ്ച ഉണ്ടാകുമെന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുകയില്ല. നമ്മളെപ്പറ്റി തന്നെ ഒരു പ്രത്യേക സ്വയ തൃപ്തിയുടെ അഭിമാനത്തിൻ്റെ ചിത്രം ഉള്ളിൽ സൂക്ഷിക്കുന്നു. അത് നമ്മൾ കൊടുക്കുന്നു, കാണിക്കുന്നു. മറ്റു മേഖലയൊക്കെ നമ്മൾ ഒഴിവാക്കി വെക്കുകയാണ്. അതെല്ലാം കൂടെ നമ്മുടെ ബലഹീനതയും കുറവും പോരായ്മയും എല്ലാം പബ്ലിക്കായിട്ട് വിളിച്ച് പറയണമെന്നല്ല. എങ്കിൽ പോലും നമുക്ക് ആ ഒരു ബോധ്യമെങ്കിൽ നല്ലപോലെ വേണം. അഗസ്തീനോസിന്റെ ജീവിതം മുഴുവനും മെത്രാനായിരിക്കുമ്പം പച്ചയ്ക്ക് തുറന്ന് വെച്ചുകൊണ്ട് ആത്മകഥ എഴുതി നമുക്കറിയാം. ഏറ്റുപറച്ചൊരു കൺഫെഷൻസ്, അതൊക്കെ വിശുദ്ധരുടെ വഴികൾ. പൗലോസപ്പോസ്തലൻ നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ടല്ലോ, ഞാൻ പാപത്തിനിടെ വിൽക്കപ്പെട്ട ജഡികനാണ് എന്ന് പറയാൻ അങ്ങനെ എഴുതാൻ മാത്രം അപ്പോസ്തലന് സ്വയ അവബോധം, ആത്മാർത്ഥത, എളിമ, വിശുദ്ധിയുടെ വലിയ തിളക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മധ്യസ്ഥ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളോ കുറവുകളോ കുറിച്ച് ബോധ്യം എപ്പോഴും സൂക്ഷിക്കണം. വേറൊന്നിനും വേണ്ടിയല്ല. നമ്മൾ എന്താണ്, നമ്മുടെ തനിനിറം എന്താണ്, ദൈവത്തിൻ്റെ കൃപയില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ആയിപ്പോയേനെ, ഏതവസ്ഥയിൽ നമ്മൾ കയറി വന്നത് എന്ന് നമ്മളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെ ഒരു സംബന്ധിച്ച് അത് തന്നെ പറഞ്ഞതായ സ്വയ അവബോധത്തിൻ്റെ സദനം ഒരിക്കലും അത് വിട്ടുപോകരുത് എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരിക്കണം. ഇപ്പം ഞാൻ എങ്ങനെ ആയിരിക്കുന്നു ദൈവകൃപയാണെന്ന് പല സംസാരം പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു നമ്മുടെ ശരിക്കുള്ള അടിത്തറ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള മണ്ണ് ആയിരിക്കുന്ന അവസ്ഥ, മൺപാത്രങ്ങളിലാണ് നിക്ഷേപം നൽകിയിരിക്കുന്ന അവസരം പറയുമ്പോൾ കാര്യം, ആ ഒരു ഉദ്ദേശിക്കുന്ന ചിന്ത അത് നമുക്കുണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. സത്തുക്കളായിരുന്നവർക്ക് അങ്ങനെയൊന്നും തോന്നുകയില്ല. എന്നിരുന്നാലും മൃത്യുവശകമായ ഈ ശരീരത്തിൽ വസിക്കുന്ന കാലത്തോളം അധപതനത്തിന് സദാ സാധ്യതയുണ്ടല്ലോ. സത്തുക്കൾ വലിയ ആത്മീയ കരുത്തോടെ കൊച്ചുനാൾ മുതൽ കൊച്ചുരേശയൊക്കെ പറയും, ഒരു പാരകഭാവം പോലെ ചെയ്തിട്ടില്ല, അല്പസമയം അങ്ങനെ പറയും, നമുക്കറിയാം. അങ്ങനെ ജീവിച്ചിരുന്നവർക്ക് ഒരു വിഷമദ്രശ പറയുന്ന പോലെയുള്ള ഒരു തമ്പുരാനെ വേദനിപ്പിച്ചതിൻ്റെ വിഷമിച്ചതിൻ്റെ ഓർമ്മകൾ ഓർക്കാനുണ്ടാവുകയില്ലായിരിക്കും. എങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പം നമ്മുടെ ഈ ശരീരത്തിലായിരിക്കുന്ന കാലം അധപതനത്തിന് സദാ സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. മൺപാത്രങ്ങളിലാണ് നിധി നൽകപ്പെട്ടിരിക്കുന്നത് എന്ന പുസ്തകം പറയുന്ന പോലെ ഒരു ജാഗ്രതയുടെ ചിന്ത നമ്മളെക്കുറിച്ച്. ശിശുപുണ്യടിക്ക് പറയുന്ന പോലെ, പുണ്യമടച്ച എന്ന് പറഞ്ഞ ആൾക്കാർ മുട്ടുകുത്തുമ്പം എന്നെ പുണ്യമടച്ചെന്ന് വിളിക്കാതെ ഞാൻ ഇനിയും പോയി കട്ടപാപത്തിൽ പെടാൻ എല്ലാ സാധ്യതയുണ്ട് എന്ന് അസിസി പറഞ്ഞിരുന്നതായിട്ട് ജീവിതത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തത. നമ്മുടെ കർത്താവ് പാപങ്ങൾ പൊറുക്കുകയും എല്ലാം മറക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന വിചാരം ഈ ദുഃഖത്തെ ഒട്ടും തന്നെ ശമിപ്പിക്കുന്നില്ല. അത് അവിടുത്തെ നന്മയാണ്. അത് അവിടുത്തെ നന്മ കൊണ്ടാണ്. പക്ഷെ നമ്മുടെ തിന്മയായിട്ട് നമ്മുടെ ബലഹീനത, അത് നിരാശയല്ല, കലക്കമല്ല, പക്ഷെ എളിമ. അവിടുത്തെ നിസ്സീമമായ ദയയുടെയും നരകമല്ലാതെ മറ്റൊന്നും അർഹിക്കാത്ത ഒരുവൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആനുകൂല്യങ്ങളുടെയും വീക്ഷണം അതിനെ വർദ്ധിപ്പിക്കുകയത്രേ ചെയ്യുന്നത്. ഇപ്പോൾ തമ്പുരാൻ്റെ നന്മയും നമ്മുടെ ഇല്ലായ്മയും തിരിച്ചറിയുമ്പം ഉണ്ടാകുന്ന നൊമ്പര വ്യസനമാണ്. വിശുദ്ധ പത്രോസിനും മഗ്ദലനയ്ക്കും ആ വ്യസനം അതികഠിനമായ ഒരു വേദസാക്ഷിത്വം തന്നെ ആയിരുന്നിരിക്കണം. ഇപ്പം മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ നാളുകളിൽ ഒരുപാട് പാപത്തിൽ മുഴുകി ജീവിച്ച സാഹചര്യങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്, കാലഘട്ടങ്ങളുണ്ട്. അതേക്കുറിച്ചുള്ള ഓർമ്മ അവിടെ ഉള്ളിൽ എന്നും ഒരു വ്യസനമായിട്ടുണ്ടായിരുന്നിരിക്കണം. അതുപോലെ തന്നെ പത്രോസ് ഈശോ തള്ളി പറഞ്ഞു, അതിൻ്റെ ഓർമ്മ മരണം വരെ ഒരു വ്യസനമായിട്ടുള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം എന്ന് മദ്രസ പറയുകയാണ്. പത്രോസിൻ്റെ മുഖത്ത് ഇങ്ങനെ കോഴി കൂകുമ്പോഴെല്ലാം
ഏത് രാത്രിയിൽ ഞെട്ടി എണീറ്റ് കരഞ്ഞിട്ട് കണ്ണീരൊഴുകി ചാലുപോലെ തെളിഞ്ഞു കടന്നിരുന്നുവെന്നോ മുഖത്ത് എന്നൊരു പാരമ്പര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു വ്യസനം അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു അത് അമ്മത്തശ്ശ പറയുകയാണ്. അവരുടെ അതൊരു വേദസാക്ഷ്യത്വം തന്നെ ആയിരുന്നിരിക്കണം, അതൊരു രക്തസാക്ഷ്യത്വം പോലെ അനുഭവമാണ്. അവരുടെ സ്നേഹം എത്ര തീക്ഷ്ണമായിരുന്നു, അവർക്ക് സിദ്ധിച്ച അനുഗ്രഹങ്ങൾ എത്ര ഉന്നതമായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വവും പ്രാഭവവും അവർക്ക് ബോധ്യമായിരുന്നതിനാൽ ആ വേദന അതിനിശ്ചിതവും അതിൻ്റെ അനുഭൂതി അത്യന്തം മൃദുലവുമായിരുന്നിരിക്കണം. അത് നിശ്ചിതമായ ഒരു വേദനയായിട്ടത് കിടക്കും. നമ്മൾ കഴിഞ്ഞ സെഷൻ പറഞ്ഞ പോലെ കണ്ണിനകത്തൊരു കൺപീരി കടന്നാൽ അത് സഹിക്കാൻ പറ്റിയല്ല. കുഞ്ഞു കൺപീരിയേ ഉള്ളൂ, ഉപദ്രവമൊന്നുമില്ല, അപകടമല്ല, നമുക്ക് കൈക്ക് പോലും സഹിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞതുപോലെ ഒരു നിശ്ചിതമായ അനുഭവം, അതേസമയം മൃദുലമായ അനുഭവം, സൂക്ഷ്മമായ നൊമ്പരമാണ് ഇറിറ്റേഷനൊക്കെ അതിനകത്ത് കൺപീരി കിടക്കുമ്പോൾ. പക്ഷെ അത് അവഗണിക്കാൻ പറ്റുകയില്ല. നമ്മൾ കൺപീരി കാത്ത് കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് സാരമില്ലെന്ന് വെച്ച് നമുക്ക് ഇഷ്ടം പോലെ വായിച്ചും കണ്ട് നടക്കാൻ പറ്റുമോ? കണ്ണ് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടേ ഇരിക്കുമോ? തൂത്ത് കളഞ്ഞേ പറ്റുമോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അസ്വസ്ഥ നിരന്തരം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 5-ാമത്തെ ഖണ്ഡിക, ഇത്ര ഉന്നതമായ സിദ്ധികളുടെ അനുഭൂതിയുള്ളവർ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ ഏർപ്പെടുകയില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ ഈ അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ 2-ാമത്തെ വിഷയത്തിലേക്ക് മദ്രസ വരികയാണ്. 1-ാമത്തെ ഭാഗം ഇതാണ്, പാപത്തെക്കുറിച്ചുള്ള ദുഃഖം അനുഭവപ്പെടുന്നുള്ളതാണ്. അതേപറ്റി മദ്രസ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് സൂചിപ്പിക്കുന്നുണ്ട് ഇനിയെങ്കിൽ പോലും. 2-ാമത്തെ വിഷയം ഈ 7-ാം അധ്യായത്തിലുള്ളത് ഈശോയുടെ മനുഷ്യ ജീവിതം, മനുഷ്യ പ്രകൃതി, ഭൂമിയിലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, രംഗങ്ങൾ, അതേക്കുറിച്ചുള്ള ഒരു നിരന്തര ധ്യാനത്തിനുള്ള സന്നദ്ധതയും ധ്യാനിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടായിരിക്കും, വിട്ട് കളയരുത് എന്ന് മദ്രസ പറയുകയാണ്. പക്ഷെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്രയോ ആത്മീയ അനുഭവങ്ങളും സ്വർഗീയ അനുഭവമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിക്ക് ഇനി ഈശോയുടെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ മാനുഷിക രംഗങ്ങളും സംഭവങ്ങളും ഒക്കെ ധ്യാനിക്കാനൊന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയേക്കും. അവരുടെ സർവ്വശ്രദ്ധയും സ്നേഹത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണല്ലോ, സ്നേഹത്തിൽ കത്തി നീക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ, അതായത് സ്വയംകൃത ചരിത്രത്തിൽ അധ്യായം 22, 24 പറയുന്നതിനെ പറ്റി സുദീർഘമായി ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. ഇക്കാര്യത്തിൽ എനിക്ക് അത്ര പരിജ്ഞാനമില്ലെന്നും നമ്മുടെ കർത്താവ് നേരിട്ട് തന്നെ ആത്മാക്കളെ നയിക്കുന്ന പ്രത്യേക മാർഗങ്ങളാണ് പ്രസ്തുത അനുഗ്രഹങ്ങളെന്നും പ്രാരംഭഘട്ടം തരണം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്വത്തെ സംബന്ധിച്ച സംഗതികൾ ശ്രദ്ധിച്ചുകൊണ്ട് ജഡിക വിഷയങ്ങൾ വർജിക്കുകയാണ് വേണ്ടതെന്ന് മറ്റുള്ള എതിർവാദങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാണെങ്കിലും ജഡിക വിഷയങ്ങൾ എന്ന് പറയുന്ന കോർപ്പറേറ്റ് ശരീരത്തിൻ്റെ വിഷയങ്ങളാണ്. ഈശോയുടെ ശാരീരിക ജീവിതം, അതിൻ്റെ അനുഭവങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ, ഇനി അതേപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോയല്ലോ, ആത്മാവിനും സത്യത്തിനും ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥ അതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി മറ്റതിന് വേണ്ട എന്നുള്ള ഒരു ന്യായവാദം, എതിർവാദങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില ആത്മീയ വ്യക്തികൾ പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളതാണെങ്കിലും അങ്ങനെയുള്ള പോക്ക് ഗുണകരമാണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. മദ്രസ പറയുകയാണ്, അങ്ങനെ അങ്ങ് മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് പോകണ്ട. ഈശോയുടെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മളെപ്പോഴും ധ്യാന വിഷയമാക്കിയിരിക്കണം. ഒരു നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ വിമാനം എത്ര ഉന്നതങ്ങളിൽ പറന്നാലും, ആകാശത്തിന് മുകളിൽ കൂടെ പറന്നാലും അതിന് ചക്രം ആവശ്യമുണ്ട്. ഇനിയും അത് കളയരുത്. അത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്യുമ്പോൾ ചക്രം നിലത്തൂടെ തന്നെ ഓടി വേണം വിമാനം നിൽക്കാനും ലാൻഡ് ചെയ്യാനും പിന്നെ പറന്നുയരാനും ഒക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ പ്രാരംഭമായിട്ട് നമ്മൾ കരുതിയ ധ്യാനത്തിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും സുവിശേഷത്തിൽ കാണുന്ന രംഗങ്ങളൊന്നും നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. എത്ര ആത്മീയ മിസ്റ്റിക് അനുഭവത്തിലേക്ക് പോയാലും അത് അമദ്രസ്യ പറയുന്നത്. ഈ കാര്യം അമദ്രസ്യനെ ആവർത്തിച്ച് പറയുന്നത് കാണാൻ പറ്റിയ അധ്യായത്തിൽ. മേൽപ്പറഞ്ഞ സമാധഗതികൾ എൻ്റെ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമല്ലെന്നും ഞാനവ ശരിയായി ഗ്രഹിക്കുന്നില്ലെന്നും വരാം. ചിലപ്പം ഞാൻ ശരിയായി ഗ്രഹിച്ചതല്ലായിരിക്കാം, എങ്കിൽ പോലും അമദ്രസ്യക്ക് ഒരു ഉറപ്പുണ്ട്. ഈ കാര്യം അവിടെ തർപ്പിച്ച് പറയുകയാണ്. എങ്കിലും പിശാചിന് ഈ വിഷയത്തിൽ എന്നെ വഞ്ചിക്കണമെന്നുണ്ടായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. അമദ്രസ്യ തൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഈശോയുടെ ഭൗതിക ജീവിതം, ലോകത്തിലെ ജീവിതം, അതിൻ്റെ രംഗങ്ങളൊക്കെ ഇച്ചിരി ഈ ആത്മീയാനുഭവം ഉണ്ടായപ്പം ഈ മറ്റു രംഗങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഒരു പക്ഷേ പോകാനുള്ളൊരു പ്രേരണ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും മദ്രസയിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ കൈപ്പേറിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വേറെ പല സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് നല്ല കരുതലുണ്ടായിരിക്കാൻ വേണ്ടി ഇക്കാര്യം ഇവിടെ ഞാൻ ആവർത്തിക്കുന്നത്. ഇപ്പോൾ മദ്രസയുടെ സ്വയംകൃത ചരിതം, ആത്മകഥ, അതിൻ്റെ 22, 23, 24 അധ്യായങ്ങൾ മദ്രസയെ പറ്റി പങ്കുവെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് മദ്രസയ്ക്ക് നല്ല നൊമ്പര ഉളവാക്കിയ ഗൗരവത്തോടെ ബോധ്യപ്പെട്ട ചില കാര്യങ്ങളാണ്. അവിടെ മദ്രസയുടെ ആവർത്തിച്ച് പറയുകയാണ്, ഈ ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കാൻ വേണം. വേറെ എന്തെങ്കിലും പറയുന്നവരെ വിശ്വസിക്കേണ്ടതില്ലെന്ന് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ എനിക്ക് ധൈര്യമുണ്ടെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. അപ്പം ഞാനീ പറയുന്നതിന് വിരുദ്ധമായിട്ട് ഇനി ഈ സുവിശേഷത്തിലെ ഈശ്വര കാര്യങ്ങളും മനുഷ്യാവതാരത്തെ സംഭവങ്ങളും ധ്യാനിക്കാൻ പോകേണ്ട, ഈ ഒരു ആത്മീയ അനുഭൂതി മാത്രം ലയിച്ച് നീങ്ങിയാൽ മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളങ്ങ് അവഗണിച്ചാൽ മതി എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് മദ്രസ പറയുകയാണ്. മുൻപിലത്തെ ആത്മലും അധികം വ്യക്തമായി വിവരിക്കുവാൻ ഞാൻ ശ്രമിക്കാം. കുറച്ച് വിവരിക്കാം. പ്രസ്തുത വിഷയത്തെക്കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞ ഒരാൾ ആ കൃത്യം സമുചിതമായി നിർവഹിച്ചെങ്കിൽ ഉത്തമമായ ഒരു പ്രബന്ധം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. അത്ര ഗ്രഹണപാഠവും ഇല്ലാത്ത നമുക്ക് അതേപ്പറ്റി കേവല സ്ഥൂലമായ വിവരണം മാത്രം ലഭിക്കുന്നത് വളരെ ആപൽക്കരമായിരിക്കുമെന്നും ഓർക്കേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ ആത്മകഥയിൽ സ്വയംകഥ ചരിത്രത്തിൽ പങ്കുവെച്ച് വിവരിച്ചു ഇക്കാര്യം. പക്ഷെ അതിനേക്കാൾ കുറേ കൂടെ വ്യക്തമായിട്ട് ഇക്കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം കൃത്യമായ ഒരു ബോധ്യം ഇല്ലായെങ്കിൽ അപകടം ഉണ്ടാകാം എന്ന് മദ്രസ ഇവിടെ സൂചിപ്പിക്കുന്നു. 6-ാമത്തെ ഖണ്ഡിക, പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ സാധിക്കുകയില്ലെന്ന് ചിലർക്ക് തോന്നിയേക്കാം. അതിലും വിഷമമായിരിക്കും പരിശുദ്ധ കന്യകയെ പറ്റിയും പുണ്യവാന്മാരുടെ ജീവിതത്തെ പറ്റിയും ചിന്തിക്കുക. എന്തുമാത്രം ഉത്തേജനവും പ്രയോജനവും നൽകുന്ന വിചാരങ്ങളാണ് ഇവ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും മാറ്റിവെച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഈശോയുടെ മനുഷ്യാവതാരവും ഭൂമിയുടെ ജീവിതവും ബന്ധപ്പെട്ട പരിശുദ്ധ കന്യകാമറിയും യേശുപിതാവിൻ്റെ സാന്നിധ്യ സഹകരണങ്ങൾ അപ്പസ്വരമാണ് അനുഭവം, ഇതെല്ലാം നമ്മൾ ധ്യാനിച്ച് തന്നെ എടുക്കണം. ഒത്തിരി ഉത്തേജനവും പ്രയോജനവും നൽകുന്ന വിചാരങ്ങൾ തന്നെയാണ് നമ്മൾ പറയുകയാണ്. എതിർവാദക്കാരുടെ ന്യായങ്ങൾ എന്താണെന്ന് ഊഹിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടത് വേണ്ടെന്ന് പറയാനായിട്ട് ചില ആൾക്കാർ മുന്നോട്ട് വരുന്ന എനിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. ജഡികമായ സകലത്തിൽ നിന്നും പരിപൂർണ സ്വതന്ത്രരായി സദാ നേരവും സ്നേഹത്താൽ എരിഞ്ഞുകൊണ്ടിരിക്കുവാൻ വാനാരൂപികൾക്ക് കഴിയുമെങ്കിലും ക്ഷയോന്മുഖമായ ശരീരത്തിൽ കഴിഞ്ഞു കൊടുത്തവർക്ക് സാധ്യമല്ല. ജഡികമായെന്ന് പറഞ്ഞാൽ ശാരീരികമായ ലോകത്തിൻ്റെ ഭൂമിയുടെ ജീവിതം ബന്ധപ്പെട്ട വിശുദ്ധരുടെ ചരിത്രങ്ങളും വിശുദ്ധ അനുഭവങ്ങളും ഈശോയുടെ ജീവിതാനുഭവങ്ങളും അതെല്ലാം മറന്ന് മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ആത്മീയ അനുഭവത്തിൽ മാത്രം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് സാധിക്കില്ല. മാലാഖമാർക്കൊരു പറ്റുമായിരിക്കും. പക്ഷെ നമ്മളിപ്പോഴും ഭൂമിയിലാണ്, നമുക്ക് ശരീരമുണ്ട്. അവിടെ നമുക്ക് ശരീരബദ്ധമായി ജീവിക്കുന്നതോളം കാലം നമുക്ക് ശരീരത്തിൽ ജീവിച്ച ഈശോയെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അമദ്രേസ്യ വാദിച്ചുകൊണ്ട് പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.